ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്പാണ് വാട്സപ്പ്. അതുകൊണ്ട് തന്നെ വാട്സപ്പ് നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വാട്സപ്പ് എങ്ങനെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ബാക്കപ്പ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും സാധിക്കും എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം മഹദ്. യു ആർ വാച്ചിങ് മലയാളം ലോഗ്. സോ നമുക്ക് നേരെ ടോപ്പിലേക്ക് തന്നെ പോവാം. ഇന്നത്തെ ട്രിക്ക് സിമ്പിളാണ്, പവർഫുള്ളാണ്. കാരണം മറ്റൊന്നുമില്ല, വാട്സപ്പിലല്ല, അതായത് ഈ യൂസ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുക നമ്മൾ ഒരു പഴയ ഫോണിൽ നിന്ന് പുതിയ ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ പഴയ ഫോൺ മാറ്റി നമ്മൾ പുതിയ ഫോൺ വാങ്ങുമ്പോൾ അതിൽ നിങ്ങളെ പഴയ വാട്സപ്പ് അതേ നമ്പർ വെച്ച് ചെയ്യലുണ്ട് സാധാരണ. പക്ഷേ അതിൻ്റെ ഡാറ്റാസും വീഡിയോസും കിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ പഴയ ഫോണിലുള്ള വാട്സപ്പിലുള്ള ഇമേജസ്, ചാറ്റ് ലിസ്റ്റ്, വോയിസ്, വീഡിയോസ്, ഇമേജ്, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ, സ്റ്റാറ്റസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ വാട്സപ്പിലുള്ള പഴയ ഫോണിലുള്ള അത് പുതിയ ഫോണിൽ അതേപോലെ തന്നെ നേരെ നിങ്ങൾ ഓപ്പൺ ചെയ്തതാണോ, ഓപ്പൺ ചെയ്തിട്ടില്ലേ, അതൊക്കെ കംപ്ലീറ്റ് പുതിയ ഫോണിലേക്ക് എങ്ങനെയാണ് അതേപോലെ ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ ഈ ട്രിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാതിരിക്കാനും, പക്ഷേ ഇത് അറിയാത്ത കുറേ പേരുണ്ട്, അവർക്ക് വേണ്ടിയാണ് അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാര്യമായിട്ട് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിക്കാണ്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഫോണിലുള്ള എക്സെൻഡറോ ഷെയറിറ്റോ എങ്ങനെയെങ്കിലും വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ഫോണിലേക്ക് ആ ഡാറ്റ സെൻഡ് ചെയ്താലും വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് സിസ്റ്റത്തിൽ വെച്ചാണ്. സിസ്റ്റമായ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മറ്റൊന്നുമല്ല ചെയ്യാൻ പോകുന്നത്, നമ്മളെ പഴയ ഫോണിലുള്ള വാട്സപ്പിൻ്റെ ഫോൾഡർ ഉണ്ടല്ലോ, അത് നേരെ നമ്മളെ പുതിയ ഫോണിലേക്ക് ജസ്റ്റ് കോപ്പി ചെയ്യുക, അതിലുള്ള കംപ്ലീറ്റ് ഡാറ്റയും കോപ്പി ചെയ്യുക. എന്നിട്ട് കുറച്ച് ക്രമീകരണങ്ങളും കുറച്ച് കാര്യങ്ങളും ഉണ്ട്, അത് നമുക്ക് നേരെ വീഡിയോയിൽ തന്നെ പോകാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോ തന്നെ പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ പഴയ ഫോണിൻ്റെ വാട്സപ്പ് ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഞാനൊരു ജസ്റ്റ് ഒരു ഗ്രൂപ്പ് തുറക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും, ഇതിലൊരു ചാറ്റ് ചെയ്ത ലിസ്റ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പിക്ചേഴ്സ്, വോയിസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇതിലുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് നമ്മുടെ ഈ പഴയ ഫോണും നമ്മുടെ കമ്പ്യൂട്ടറും ജസ്റ്റ് ഒന്ന് USB വഴി കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫോണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡിക്റ്റേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫോണിലുള്ള ഫയൽ മാനേജർ, അതായത് നമ്മുടെ പഴയ ഫോണിലുള്ള ഫയൽ മാനേജർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൽ ഈ വാട്സപ്പ് പറഞ്ഞ ഈ ഫോൾഡർ ഉണ്ട്. ഈ വാട്സപ്പ് പറഞ്ഞ ഫോൾഡറിലാണ് നമ്മുടെ വാട്സപ്പിൻ്റെ ഡാറ്റാസ് കിടക്കുന്നത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഡാറ്റാബേസ്. ഈ ഡാറ്റാബേസിലാണ് നമ്മുടെ ഈ വാട്സപ്പിൻ്റെ ചാറ്റ് ചെയ്ത ഡാറ്റകളൊക്കെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കോപ്പി ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൽ ജസ്റ്റ് ഒരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്. ഞാൻ ബാക്കപ്പ് പറഞ്ഞൊരു ഫോൾഡർ ജസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണ്. ഇവിടെ ഞാൻ സെപ്പറേറ്റ് കോപ്പി ചെയ്യുന്ന കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് സ്പീഡിൽ കയറാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ വാട്സപ്പിൻ്റെ ഫോൾഡർ ഡയറക്റ്റ് കോപ്പി ചെയ്യുമ്പോൾ സ്ലോ ആയിപ്പോവും. ദെൻ ഡാറ്റാബേസ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇനി അതായത് മീഡിയയിലുള്ള ഫയല് മൊത്തം കോപ്പി ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പഴയ ഫോണിലുള്ള എല്ലാ വാട്സപ്പ് ഡാറ്റയും കോപ്പി ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ പുതിയ ഫോണിലേക്ക് ഈ ഫയൽ, ഇപ്പോൾ കോപ്പി ചെയ്ത ഫയൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ പുതിയ ഫോണും കമ്പ്യൂട്ടറിനായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ വാട്സപ്പ് പറഞ്ഞ ഫോൾഡർ കോപ്പി ചെയ്യുക, നേരെ നമ്മളെ പുതിയ ഫോണിൻ്റെ ഫയൽ മാനേജർ പോയി ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഇനി നമ്മളെ പുതിയ ഫോൺ എടുത്തിട്ട് അതിൽ പ്ലേ സ്റ്റോർ അക്കൗണ്ടിൽ പോയി വാട്സപ്പ് പുതുതായി ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ആയിക്കൊന്ന് നമുക്ക് വാട്സപ്പിൽ നമ്മളെ മൊബൈൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യാം. അതായത് നിങ്ങൾ ആ പഴയ നമ്പർ തന്നെ ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്നത്. പിന്നെ OTP വെരിഫിക്കേഷൻ. ഇനിയാണ് നമ്മൾ അലോ ചെയ്തതിന് ശേഷം ശരിക്കും വരാനുള്ള സംഭവം, അതായത് ബാക്കപ്പ് വരുന്നത് റീസ്റ്റോർ ചെയ്യാൻ പറയാം. അതായത് 360 MB ആണ് ഞാൻ ഉപയോഗിച്ച വാട്സപ്പിൻ്റെ ആ കോപ്പി ചെയ്ത ആ ഫയൽ.
അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മളുള്ള ഡാറ്റാസ് അനുസരിച്ച് ചെയ്യണം. അപ്പോൾ എൻ്റെ ഇത് കംപ്ലീറ്റ് ആയി. ഓക്കെ, എൻ്റെ പേരൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ്. ദെൻ ഇപ്പോൾ നമ്മളെ വാട്സപ്പ് ഇപ്പോൾ പഴയ ഫോണത്തെ അതേപോലെ തന്നെ ഇപ്പോൾ തുറന്നു പോകണം. അതായത് നമ്മളെ പഴയ ഫോണിൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്ന വാട്സപ്പ് അതേപോലെ തന്നെ നമ്മളെ പുതിയ ഫോണിൽ അതിൻ്റെ ജസ്റ്റ് കോപ്പി എന്ന പോലെ അതേപോലെ ഇപ്പോൾ നമ്മളെ ഫോണിൽ വർക്ക് ചെയ്തു. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിലേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എത്തുകയുള്ളൂ. അപ്പോൾ നമുക്കിനിയും വീണ്ടും കാണാം. ബൈ.